പാറ്റ പാർട്ടിയുടെ സമരം തുടങ്ങിയതിനു ശേഷം സ്വാഭാവികമായിട്ട് ഡീപ് സ്റ്റേറ്റിന്റെയും CIA മുൻകാല പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു. അപ്പോൾ ഈ ജെൻസി കലാപത്തിന്റെ ഒരു പാറ്റേൺ നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ടും ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാകുമെന്നതുകൊണ്ടും പാറ്റ പാർട്ടിയുടെ സമരത്തെ സംശയദൃഷ്ടിയോടെ തന്നെയാണ് ഓരോരുത്തരും നോക്കിക്കണ്ടത്. അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് വന്നിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, ജർമ്മനിയിൽ താമസമായ ഒരു ജർമ്മൻ ഷെപ്പേഡ്, ഇയാളൊക്കെയാണ് ഇതിന്റെ പുറകില് എന്ന് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം. സോ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണോ ഇത് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ തെറ്റു പറയാനൊന്നും പറ്റില്ല. സോ അങ്ങനെ ഒരു ആരോപണം ഉയർന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് പാറ്റകൾ കണ്ടുപിടിച്ച പിന്നെ ഒരു ഐഡിയയാണ്. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഭയങ്കര നല്ല ടേംസിലാണ്. എവിടെ നിന്ന് എണ്ണ വാങ്ങണം എന്ന് പോലും പറയുന്നത് ട്രംപാണ്. അവിടെ നിന്ന് എണ്ണ വാങ്ങുന്ന മോദി സർക്കാർ അമേരിക്ക പറയുന്നത് എല്ലാം അനുസരിക്കുമ്പോൾ ആ മോദി സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിച്ചത്. എവിടെയോ ഞാനൊരു വീഡിയോയിൽ കണ്ടത്, 5 വർഷം പൊളിറ്റിക്കൽ സയൻസിൽ എന്തൊക്കെയോ മലമറിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്റർനാഷണൽ ലെവലിൽ. എനിക്ക് പോലും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു നീക്കം നടത്തുക എന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ട്രംപിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന സാധനമല്ല ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സമാന്തര ഭരണകൂടമാണ്. അമേരിക്ക ആര് ഭരിച്ചാലും, അതിപ്പോൾ ട്രംപ് ഭരിച്ചാലും ഒബാമ ഭരിച്ചാലും ബൈഡൻ ഭരിച്ചാലും അതിന് പാരലലായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രസിഡന്റ് അതിന്റെ ഭാഗമാകാം, ആകാതിരിക്കാം, യാതൊരു നിർബന്ധവുമില്ല. പ്രസിഡന്റ് ഡീപ് സ്റ്റേറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം, അതിനെ എതിർത്ത് നിൽക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫസ്റ്റ് ടേം ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും, ട്രംപ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഡീപ് സ്റ്റേറ്റിനെതിരാണ്. ഡീപ് സ്റ്റേറ്റും ട്രംപും ഉടക്കിലായിരുന്നു. ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ 2ാമത്തെ ടേമിൽ അദ്ദേഹം കുറച്ച് ഡീപ് സ്റ്റേറ്റിനെതിരെ സൈലന്റ് ആണ്. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ ശതകോടിക്കണക്കിന് ഫണ്ട് നിയന്ത്രിക്കുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവര്, ലോകത്തെ വൻകിട കോർപ്പറേറ്റുകൾ, ലോകത്തെ അതിസമ്പന്നരായ വ്യക്തികൾ, ഫാമിലികൾ, ലോകത്തെ വമ്പൻ ബാങ്കുകൾ, അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നവർ, ഇതൊക്കെ പ്രധാനമായും അമേരിക്ക ആസ്ഥാനമായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ CIA പോലെയുള്ള ചാര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, അതിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇരുന്നവർ, വളരെ ഉയർന്ന പൊസിഷൻസിൽ അമേരിക്കയിലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. രാഷ്ട്രീയക്കാർ മാത്രമേ മാറുന്നുള്ളൂ, ഉദ്യോഗസ്ഥര് മാറുന്നില്ല. രാഷ്ട്രീയക്കാർ ഇന്നിപ്പോ പ്രസിഡന്റ് ട്രംപ് ആണ്, അടുത്ത തവണ വേറൊരാളായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ്. പക്ഷെ അമേരിക്കയുടെ പോളിസികൾ ഹാൻഡിൽ ചെയ്യുന്നത് കേവലം പ്രസിഡന്റുമാർ മാത്രമല്ല എന്ന വസ്തുത നമ്മൾ അറിയണം. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രസിഡന്റ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ വ്യക്തിപരമായി നല്ല സൗഹൃദമാണെങ്കിൽ പോലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്ന് ഡീപ് സ്റ്റേറ്റിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പദ്ധതിയുമായിട്ട് അവർ മുന്നോട്ട് പോകും എന്ന് വേണം നമ്മൾ കാണേണ്ടത്. 2ാമത്തെ കാര്യം, നരേന്ദ്രമോദി സർക്കാർ അമേരിക്കയുടെ ഒരു പാവ സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം എത്ര ബാലിശമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അമേരിക്കയുടെ ഒരു പാവ സർക്കാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന സർക്കാരായിരുന്നുവെങ്കിൽ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ എന്നേ സൈൻ ചെയ്യുമായിരുന്നു. ആ ഒരൊറ്റ പോയിന്റ് മതി ഈ വാദങ്ങളെ ഖണ്ഡിക്കാൻ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ന് ഒപ്പിടും, നാളെ ഒപ്പിടും, മറ്റന്നാൾ ഒപ്പിടുമെന്ന് പറഞ്ഞ് നീണ്ടുപോകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? മോദി സർക്കാർ എടുക്കുന്ന ഉറച്ച നിലപാടുകൾ കൊണ്ടാണ്. പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന് ഫണ്ട് ചെയ്തിട്ടുള്ള കമ്പനികളുടെയും ഡിമാൻഡ് ഇന്ത്യ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഇന്ത്യൻ വിപണിയിൽ തോന്നും പോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കാനുള്ള അവസരം ഇന്ത്യ കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഈ വ്യാപാര കരാർ അമേരിക്ക ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ ഇന്ത്യ സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ആദ്യം 25% നമുക്ക് നേരെ താരിഫ് ചുമത്തി. അതിനുശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ് അഡീഷണൽ ഒരു 25% കൂടെ തന്നു. ചൈനയ്ക്ക് പോലും ഇല്ലാത്ത താരിഫ് 50% ഇന്ത്യയുടെ മണ്ടയ്ക്കെടുത്ത് വെച്ചിട്ട് നരേന്ദ്രമോദി കുലുങ്ങിയിട്ടില്ല. ആ മനുഷ്യനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പാവ സർക്കാർ എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചനുണ പടച്ചു വിട്ടാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പച്ചപ്പാവങ്ങളല്ല ഇന്ത്യയിലുള്ളത്. സാമാന്യ ബോധവും രാഷ്ട്രീയ വിവരവുമുള്ള ഒരു വലിയ ജനത ഈ രാജ്യത്തുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ പാവ സർക്കാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ആദ്യം വ്യാപാര കരാർ ഒപ്പുവെച്ചനെ, ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. 2ാമത്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മൾ കണ്ടത്.
ആദ്യത്തെ പ്രശ്നം ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ ഇടപെട്ടാണ് നിർത്തിയത് എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ശക്തമായിട്ട് ഇന്ത്യൻ ഭരണകൂടം അതിനെ നിഷേധിച്ചു. ഇതിന്റെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ മോശം അവസ്ഥയിലേക്ക് ബന്ധം പോയി. ഒരു ഘട്ടത്തിൽ ട്രംപ് ഇന്ത്യയും റഷ്യയും ഡെഡ് എക്കണോമീസ് ആണെന്ന് വരെ പറഞ്ഞു. എത്ര മോശം അവസ്ഥയിലായിരുന്നു ഇന്ത്യ അമേരിക്ക ബന്ധമെന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പലതവണ മോദിയെ വിളിച്ചിട്ട് മോദി ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞത് പ്രസിഡന്റ് ട്രംപിന്റെ തന്നെ ഉദ്യോഗസ്ഥരാണ്. രണ്ടാമത്, പ്രസിഡന്റ് ട്രംപിനെ മോദിയോടൊന്ന് വിളിക്കാനായിട്ട് പറഞ്ഞപ്പോ അവർ അതിൽ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് പറഞ്ഞതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒപ്പമുള്ളവർ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യക്കെതിരെ റഷ്യയുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് 500% താരിഫ് ചുമത്തണമെന്ന് റെക്കമെൻഡ് ചെയ്തതും ട്രംപിന്റെ കൂടെയുള്ളവരാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയുടെ ചൊൽപ്പടിക്കല്ല നിൽക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഡീപ് സ്റ്റേറ്റിന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കണമെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സത്യത്തിൽ അവിടെ ഉണ്ട്. നേരത്തെയും പലതരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യയിൽ അട്ടിമറി നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന്, കർഷക സമരത്തിൽ ഉൾപ്പെടെ. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഇന്ത്യയിൽ ഉണ്ടാവുന്ന ചെറിയ ജനകീയ പ്രക്ഷോഭങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരാക്കി മാറ്റാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അമേരിക്കൻ ഇടപെടൽ, CIA ഇടപെടൽ എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഉടനെ ചാടി വീണിട്ട് മോഡിയും ട്രംപും ഫ്രണ്ട്സ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അമേരിക്ക ഇന്ത്യ റിലേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൗകര്യത്തിന് നിന്ന് കൊടുക്കുന്ന ഒരു ഭരണകൂടം എന്ന നിലയ്ക്കല്ല. കാരണം നമ്മൾ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ടും അതുപോലെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുമുള്ള ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ജപ്പാൻ, സൗത്ത് കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ട്രംപിന്റെ ഭീഷണിയിൽ വിരണ്ട് ഓടിച്ചെന്ന് ഒപ്പിട്ടവരാണ്. അങ്ങനെ ഒപ്പിടാത്ത ഏക രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അത് മനസ്സിലാക്കണം. അത് ഇന്ത്യക്ക് ഉറച്ച നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ്. ആ മോദി മറ്റേ ട്രംപിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധമില്ലായ്മയാണ്. ജനങ്ങളെ പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ പറയുന്നതാണ്. നീറ്റ് പരീക്ഷയിൽ ചോദ്യ പേപ്പർ ചോർന്നതിലും അത് ക്യാൻസലാക്കിയതിലും വിദ്യാർത്ഥികൾക്ക് ന്യായമായ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അതിനെ അട്ടിമറിക്കാൻ ഒരു കളി നടന്നോ എന്ന സംശയം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഭാവിയിൽ കൂടുതൽ വ്യക്തമായി അതിൻ്റെ തെളിവുകൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് തമാശയായി കണ്ടവരൊന്നും ഒരുപാട് അതിനെ തമാശയായി കണ്ട് ചിരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ മറനീക്കി പുറത്തു വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.